ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ. അയ്യോ ഭഗവാനെ, ഈ മഹാഭാവി എന്നെ കാറുകയറ്റി കൊന്ന്. അയ്യോ അയ്യോ അയ്യോ. അച്ഛാ എന്ത് പറ്റി അച്ഛാ? അയ്യോ അയ്യോ എന്റെ മക്കളെ, അച്ഛന് ജീവിച്ചിരിക്കത്തില്ലടാ. ഈ കാലമാണോ എന്നെ കാറുകയറ്റി കൊന്നു. എടാ ദ്രോഹികളെ, എന്റെ അച്ഛനെ കൊല്ലാനാണോ നീ എല്ലാം വലിയ കാർ കൊണ്ട് നടക്കുന്നത്? കുഞ്ഞിത് ആരുടെയും കുറ്റമില്ല. കാറി കയറ്റി ആശുപത്രി കൊണ്ട്. എനിക്ക് ആശുപത്രിയിൽ പോണ്ട, റോഡിൽ കിടന്ന് ചത്താ മതി. എടാ പൊന്നുമക്കളെ, നീ പോയി നിന്റെ തള്ളെ വിളിച്ചോണ്ട് പോടാ. ഓടിവായോ മകളെ, ഓടിവായോ. അച്ഛൻ കരയാതെ അച്ഛാ. അച്ഛാ എന്റെ പൊന്നുമുതലാളി കാര്യം ഒന്ന് സഹൂറാക്കേ. റോഡേ പോയി എന്റെ അച്ഛനെ കാറിടിച്ച് താഴെ ഇട്ട് സമാധാനം പറയാതെ ഒറ്റ എണ്ണത്തിന് ഞാൻ വിടില്ല. എന്താണ് എന്താണ്? മയ്യത്തായില്ല മുതലേ പയ്യ പയ്യ മയ്യത്തായിക്കോളും. കണ്ണു കാണാൻ വയ്യ വന്ന് കാലടിച്ചിട്ട് ഞങ്ങളാണ് ഉത്തരവാദിത്തം. തെമ്മാടി, പാവപ്പെട്ടവരുടെ പുറത്ത് മുതലാളി, ഇത് മഹാമോശമായ സ്ഥലാണ്. ആ ന്യായമായ ഏത് പരിഹാരത്തിനും ഞാൻ തയ്യാറാണ്. ഇതിന്റെ ആളുകള് ഒരുമാതിരി കടന്നല് കൂടുന്ന മാതിരി കൂടും. വല്ല 10-50 കൊടുത്ത് തല ഊരിക്കാണി. 10-50? എന്റെ അച്ഛന്റെ നട്ടലൊടിച്ചതിന് രൂപ 500 തരണം ഈ വണ്ടി ഇവിടുന്ന് മാറ്റണമെങ്കിൽ. താനാരുടെ മധ്യസ്ഥം പറയാൻ? ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞേ? എടാ മോനെ, നിന്റെ അച്ഛന്റെ ജീവന് 500 രൂപ വിലയുള്ള ദ്രോഹി എന്നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം. മുതലാളി, കേസും വഴക്കും ഹലാക്കൊന്നും വേണ്ട. ഒരു 200 രൂപ കൊടുത്താളി. ആ ആ ആ ആ പോയും 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 വരുന്ന ഉച്ചയും കൂടെ ബാപ്പയും കൂടി സ്ഥലം പിടി. ആ പോ മുതലാളി, ഇവിടെ നിന്നാൽ 1000 രൂപ കൊണ്ട് കഴിച്ചിലാവൂല. അയ്യോ അയ്യോ മുതലാളി കേറി. അയ്യോ, എന്റെ ഇവിടെ ഒരു വേദന. കേറിയാട്ടെ. അയ്യോ അയ്യോ അയ്യോ. ആ പോയി. പോയട്ടെ പോയട്ടെ. അയ്യോ അയ്യോ, നല്ല നോട്ട് തന്നെയാണ് നോയിക്കൂടെ. ഇങ്ങനെ പണമുള്ള ആക്സിഡന്റ് മാസത്തിൽ 1 കിട്ടിയാൽ മതി. നമ്മുടെ ജീവിതം സുഭിക്ഷം. കറക്റ്റ് കമ്പനി, കറക്റ്റ് കമ്പനി, കറക്റ്റ് കമ്പനി, കറക്റ്റ് കമ്പനി. ഒരുപാടായല്ലോ അന്നമ്മേ. എന്റെ പിള്ളേർ എവിടെ പോയിരിക്കുക? എവിടെ പോവാന്? വല്ല ആള് കുടുംബത്തെങ്ങാനും നോക്കി നിൽക്കും. വായി നോക്ക് വരട്ടെ. ഇന്ന് അവന്മാരുടെ അഹമ്മതി ഞാൻ നിർത്തും. പാവം ആ കൊച്ചുങ്ങൾ എന്നാ ചെയ്യാനാ അമ്മച്ചി? അത് ഞങ്ങൾക്കൊരു നിക്കേടും വേണ്ടേ? അല്ല, അവന്മാര് വരുന്നുണ്ടല്ലോ. ഇന്നെന്തോ കോള് കാണും, അല്ലാതെ ഈ വിളി വിളിക്കത്തില്ല. യോഗം, രാജയോഗം അടിച്ചമ്മേ. ഇന്നത്തെ കണി ഫസ്റ്റ് അമ്മേ. ഇനി നമുക്ക് ഇങ്ങോട്ടൊരു കയറ്റമാ. ശുക്രദശ എന്ന് പറയടാ അമ്മേ. ഇനി 15 ദിവസത്തേക്ക് മൂക്കുമുട്ടൻ ചാപ്പാട് ഓടിച്ച് ഞങ്ങൾ 3 പേരും ഇവിടെ കിടന്നുറങ്ങാൻ പോവാ. ഇതാ പണം 117 രൂപ. ബാക്കി ഞങ്ങൾ ചെലവാക്കി. എടാ എടാ, അത് നീ 10 രൂപ വയ്ക്കോ. കൊടുക്കണം, എടുക്കണം അമ്മേ. എടാ, ഇതൊക്കെ എവിടുന്നാണെന്ന് ഓടിച്ചതാ പിടിച്ചു പറിച്ചത്? അമ്മേ, എല്ലാം സംഭവാമി യുഗേ യുഗേ. വേറൊന്നും ചോദിച്ചേക്കരുത്. എന്ന് വെച്ചാ സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കും എന്നർത്ഥം. അമ്മച്ചിയുടെ കൊച്ചുങ്ങളെ വഴിതിരിഞ്ഞു പോകത്തില്ല. ഇതുങ്ങൾ പാടുപെട്ടുണ്ടാക്കിയതായിരിക്കും ഈ കാശ്. ഈ പണം ഉണ്ടാക്കാൻ ഞങ്ങൾ അനുഭവിച്ച ത്യാഗം ലോകത്തൊരു മക്കളും സഹിച്ചിരിക്കില്ല അന്നമ്മ ചേട്ടത്തി. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇന്ന് 3 പേർക്കും ജലപാനം തരത്തില്ല. പറയുന്നടാ, ഇത് എവിടുന്ന് കിട്ടി? പറയടാ. ഒരു മുതലാളി കണ്ടതാ. ഒരു കാർ ആക്സിഡന്റില് വേവി ചക്ക പൊത്തന്ന് റോഡിൽ വീണു. ഇല്ലാത്ത കള്ളമൊക്കെ അമ്മയോട് എന്തിനു പറയണ? അമ്മേ, ഞങ്ങൾ റോഡിലൂടെ വരുമ്പോ ഒരു വലിയ മുതലാളി ഓവർ സ്പീഡിൽ കാറിൽ ഇങ്ങനെ വരികയായിരുന്നു. കുറുക്കെ വന്നൊരു കിഴവൻ നെടുമ്പാട് ആ കാറിന് മുമ്പിലോട്ടൊരു ചാട്ടം. വീണ ഞാനാണെന്ന് വെച്ചോണം. ഉടനെ ആ കിളവന്റെ മകൻ അവിടെ പറന്നെത്തി. ഈ വാസുവിനെ പോലെ തറുതന്നെ പിടിച്ചവൻ. 500 രൂപ. അതിനിടയ്ക്ക് ഒരു റാവുത്തര്, ഈ രാജുവിനെ പോലെ തന്നെ ഒരു കാക്ക
ഓടി വന്നിരിക്കുന്നു മുതലാളിയുടെ സപ്പോർട്ടിന് വേണ്ടി. ഓ, പിന്നെ അവിടെ നടന്നു ഒന്നും പറയാനില്ലമ്മേ. മുതലാളി പാർട്ടിയും തൊഴിലാളി പാർട്ടിയും കൂടെ തമ്മിൽ അങ്ങോട്ട് ഇടി തുടങ്ങി. എന്റെ കർത്താവേ, നല്ല വെടിവെപ്പ് ലാത്തിചാർജ് നടന്നു. ഒരു വഴക്കും കൂടാതെ കേസ് ഞങ്ങൾ രാജിയാക്കി. മുതലാളി സന്തോഷിച്ചൊരു 200 രൂപ തന്നു. വാങ്ങിക്കാതിരിക്കാൻ ഒക്കുമോ അമ്മച്ചി? മനസ്സോടെ തരുന്നത് വാങ്ങിക്കുന്നതിൽ എന്നാ തെറ്റ അമ്മച്ചി ഉള്ളത്? സത്യം ആരറിയുന്ന അന്നമ്മച്ചേട്ടത്തി ഞങ്ങളുടെ അമ്മച്ചിക്ക് പോലും ഈ കുഞ്ഞുമക്കളുടെ വലിയ സംശയമാണ്. സത്യത്തിൽ എന്റെ ജീവൻ പോലും പുല്ലുപോലും വിചാരിച്ചാ ഞാൻ ആ കാറിന്റെ മുമ്പ് എടുത്ത് ചാടി ഞാൻ മുതലാളിയെ രക്ഷിച്ചത്. ഓട്ടം അമ്മച്ചി നിങ്ങളെ പരീക്ഷിക്കാൻ പറഞ്ഞില്ലയോ? പട്ടിണി കിടന്നാലും വേറൊരുത്തന്റെ 4 കാശ് നമ്മൾ മോഹിക്കരുത് മക്കളെ. മഹാപാപം ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും മോഹിക്കത്തില്ല അമ്മച്ചി. നമസ്കാരം. ആരാണ് ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു അയച്ചത്? എടാ, നേരം വെളുത്തിന് മുമ്പ് ഓരോരുത്തരും ജോലിക്കെന്ന് പറഞ്ഞു വരും. ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞു അയച്ചൂടെ? ഇദ്ദേഹമാണ് കണിച്ചകുളം MLA രാജശ്രീ പാലമൂടം. അയ്യോ, ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. ബോയ്, കൂൾ ഡ്രിങ്ക്സ്. മാത്രമല്ല, ഞാന് നേരിൽ കണ്ടിട്ടില്ല, പേര് കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ഉത്തരവ് പലർക്കും ഈ MLA സാറിനെ നേരിട്ടറിഞ്ഞൂടാ. ഈ മാസം തോറും പാർട്ടി മാറുന്നതുകൊണ്ട് ആളുകൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. നാട് ഓടുമ്പോൾ നടുവേ ഓടണം. നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് കക്ഷി മാറിയില്ലെങ്കിൽ പിന്നെ എന്ത് മുന്നേറ്റമാ, എന്ത് രാഷ്ട്രീയമാ. മാത്രമല്ല, മന്ത്രിസഭ ഒന്ന് വികസിച്ചാൽ ആദ്യം അകത്ത് കയറുന്നത് ഇദ്ദേഹമാണ്. അത് ഞങ്ങൾക്ക് നല്ലതല്ലേ. പിന്നെ വിശേഷിച്ച് ഇങ്ങോട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പൊ സാറിനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എനിക്ക് സാറ് ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് വേണ്ടപ്പെട്ട 3 പേരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഉദ്യോഗം സാർ കൊടുക്കണം. ഓഹോ, കൊടുക്കാമല്ലോ. അവർക്ക് എന്ത് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട്? വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, സാമാന്യ വിദ്യാഭ്യാസമുണ്ട്. നിങ്ങളെപ്പോലുള്ളവർ പറഞ്ഞാൽ ഈ ആയിരിക്കാൻ പോവാം. മാത്രമല്ല, നിങ്ങൾ നാട് ഭരിക്കുന്ന കക്ഷിക്കാരൻ. അതെ, ആരൊക്കെയാ ജോലിക്ക് വന്നിരിക്കുന്നത്? ഈ നിൽക്കുന്ന 2 പേർ. ഓഹോ, ഇവ 2 പേര്. മൂന്നാമത്? സത്യം പറയാമല്ലോ, പിന്നൊരാള് ഞാനാണ്. ആഹാ, പറ്റിക്കാൻ നടക്കണം. ആരാണ് നീയൊക്കെ? ജോലിയില്ലാതെ നടക്കുന്ന 3 ചെറുപ്പക്കാർ. പിന്നെ വരട്ടാതെ ജോലി നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത്? അത് പറഞ്ഞാൽ ഞങ്ങൾ പോകില്ല. നീയൊക്കെ ജോലി വാങ്ങണ്ടേ പോകില്ല? ഹലോ, ബാലറാം സ്പീക്കിംഗ്. അതെ, സബ് ഇൻസ്പെക്ടർ ആണോ? ആ, നിങ്ങൾ തക്ക സമയത്താണ് വിളിച്ചത്. ഇവിടെ MLA ആണെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ വന്നിരിക്കുന്നു. അതെ, പ്ലീസ് കം. താങ്ക് യു.